ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സന്തോഷമല്ലേ? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? നമുക്കിന്ന് പുതിയൊരു കഥ കേട്ടാലോ? ആരുടെ കഥയാ പറയുക? നമുക്ക് കുറുനരിയുടെ കഥ കേൾക്കാം അല്ലേ? എന്നാ പറയട്ടെ കഥ. ഒരിടത്തൊരു സുന്ദരിയായ പെൺകുട്ടി ഉണ്ടായിരുന്നു. അന്ന എന്നായിരുന്നു അവളുടെ പേര്. അവൾ വളരെ സുന്ദരിയും സ്നേഹശീലയുമായിരുന്നു. ഒരു ദിവസം കുഞ്ഞന്നയോട് അവളുടെ അമ്മ പറഞ്ഞു, ഞാൻ കുറച്ച് പലഹാരം ഉണ്ടാക്കുന്നുണ്ട്, മോള് അതുകൊണ്ട് മുത്തശ്ശിയുടെ വീട്ടിൽ കൊടുക്കണം. പക്ഷെ വഴിയിൽ അപരിചിതരെ കണ്ടാലൊന്നും സംസാരിക്കരുത് കേട്ടോ. അന്ന ആരോട് സംസാരിക്കില്ല എന്ന് തൻ്റെ അമ്മയ്ക്ക് വാക്കും കൊടുത്തിട്ട് പലഹാരങ്ങളുമായി വീട്ടിൽ നിന്നും പുറപ്പെട്ടു. അന്ന മുത്തശ്ശിക്കുള്ള പലഹാരങ്ങളുമായി പോകവേ വഴിയിലൊരു ദുഷ്ടനായ കുറുനരിയെ കണ്ടു. ആ കുറുനരി അവളോട് ചോദിച്ചു, നീ എങ്ങോട്ടാണ് പോകുന്നത്? അവൾ തൻ്റെ അമ്മ പറഞ്ഞ കാര്യം മറന്നുപോയി. അവൾ കുറുനരിയോട് താൻ മുത്തശ്ശിയുടെ വീട്ടിലാണ് പോകുന്നതെന്ന് പറഞ്ഞു. സൂത്രശാലിയായ കുറുനരി അവളിൽ നിന്നും മുത്തശ്ശിയുടെ വീട്ടിലേക്കുള്ള വഴിയും ചോദിച്ച് മനസ്സിലാക്കി. ഇത് കേൾക്കേണ്ട താമസം ആ കുറുനരി അവളുടെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പാഞ്ഞു. മുത്തശ്ശിയുടെ വീട്ടിൽ എത്തിയ കുറുനരി വാതിൽ തട്ടി. വാതിൽ തുറന്ന മുത്തശ്ശിയെ കൈകൾ ബന്ധിപ്പിച്ച് അലമാരയിൽ പൂട്ടിയിട്ടു. അതിനുശേഷം മുത്തശ്ശിയുടെ വസ്ത്രവും ധരിച്ച് അന്നയെയും കാത്ത് കട്ടിലിൽ കിടന്നു. മുത്തശ്ശിയുടെ വീട്ടിലെത്തിയ അന്ന വാതിൽ തുറന്ന് മുത്തശ്ശി കിടക്കുന്ന കട്ടിലിനടുത്തെത്തി. മുത്തശ്ശിയുടെ കട്ടിലിനരികിലെത്തിയ അന്ന മുത്തശ്ശിയുടെ വലിയ കണ്ണുകളും വലിയ ചെവികളും വലിയ പല്ലുകളും കണ്ട് സംശയിക്കുന്നു. എന്താ മുത്തശ്ശിക്ക് വലിയ കണ്ണുകളായത്? അന്ന ചോദിച്ചു. ഉടൻ തന്നെ മുത്തശ്ശിയുടെ വേഷമിട്ട കുറുനരി പറഞ്ഞു, നിന്നെ നന്നായി കാണുവാൻ വേണ്ടിയാണ്. മുത്തശ്ശിയുടെ ചെവികൾ എന്താ വലുതായത് എന്നായി അന്നയുടെ അടുത്ത ചോദ്യം. നീ പറയുന്നത് നന്നായി കേൾക്കുവാൻ വേണ്ടിയാണ് എന്ന് കുറുനരി മറുപടി പറഞ്ഞു. എന്തിനാ മുത്തശ്ശിയുടെ പല്ലുകൾ വലുതായത് എന്നായി അവളുടെ അടുത്ത ചോദ്യം. നന്നായി ഭക്ഷണം കഴിക്കുന്നതിന് എന്ന് മറുപടി പറഞ്ഞ കുറുനരി അവളുടെ നേരെ ചാടി വീണു. കുറുനരിയാണ് അതെന്ന് മനസ്സിലാക്കിയ അന്ന ഉടനെ ഭയന്ന് നിലവിളിച്ചു. കാട്ടിൽ മരം മുറിച്ചു കൊണ്ടിരുന്ന 2 മരം വെട്ടുകാർ അവളുടെ നിലവിളി കേട്ട് ഓടി മുത്തശ്ശിയുടെ വീട്ടിലേക്കെത്തി. അവർ അവിടെ കണ്ട കുറുനരിയെ അടിച്ചോടിക്കുകയും അലമാരിയിൽ നിന്ന് മുത്തശ്ശിയെ പുറത്തെടുക്കുകയും ചെയ്തു. സന്തോഷത്തോടെ മുത്തശ്ശി അന്നയെ കെട്ടിപ്പിടിച്ചു. മരം വെട്ടുകാർക്ക് അവരിരുവരും നന്ദി പറഞ്ഞു. എന്നാൽ പിന്നീട് ഒരിക്കലും അന്ന പരിചയമില്ലാത്തവരോട് സംസാരിച്ചിട്ടില്ല. എങ്ങനെയുണ്ട് കഥ? എല്ലാവർക്കും ഇഷ്ടമായോ? ഇന്നത്തെ കഥയുടെ സാരാംശം എന്താ? നിങ്ങൾ എന്താ ഇതുകൊണ്ട് പഠിച്ചേ? അപരിചിതരായ ആരെ കണ്ടാലും സംസാരിക്കരുത്. ആരെന്ത് തന്നാലും മേടിക്കരുത് അപരിചിതർ കേട്ടോ. അപ്പം ഇന്നിത് മതിയല്ലേ? ഇനി അടുത്ത കഥ നാളെ.